ഇപ്പോൾ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, കട്ടിംഗ് സൗത്ത് എന്ന ആശയം പോപ്പുലർ ഫ്രണ്ടിൻ്റേതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. NDFന്റെ സ്ഥാപകരിൽ ഒരാളായ പി കോയ തുടങ്ങി വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് കട്ടിംഗ് സൗത്തായി പരിണമിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം ജനം TV തന്നെ കഴിഞ്ഞ ദിവസം ഈ കട്ടിംഗ് സൗത്ത് കോൺക്ലേവിന് വേണ്ടുന്ന ഫണ്ടിംഗ് കാനഡയിൽ നിന്ന് കൈപ്പറ്റിയതായുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ തന്നെയായിരുന്നു ഈ $4000 ഭാരതത്തിലേക്ക് എത്തിയതും അത് കൈപ്പറ്റിയതുമായുള്ള വിവരങ്ങൾ ജനം TV പങ്കുവച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയം PFIയുടേത് തന്നെയാണ്. PFI ഭീകരരാണ് ഈ ആശയം നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എന്നും വ്യക്തമാകുകയാണ്. ഇതിൻ്റെ ത്രെഡ് എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകുന്നു. വിഘടന വാദം, രാജ്യവിരുദ്ധത എന്നിവ തന്നെയല്ലേ? ഒന്നാമത്തെ കാര്യം, ഈ വിഷയം ഇത് ആദ്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഇത് പൊതുമാധ്യമങ്ങൾ വേണ്ട വിധേന ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ കട്ടിംഗ് സൗത്ത് ആയാലും അതുപോലെയുള്ള ഇപ്പൊ പാകിസ്ഥാൻ ഉണ്ടായതായാലും അതുമല്ല ഇനി നമ്മളുടെ മലബാർ കേന്ദ്രീകരിച്ചൊരു പുതിയ സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം വരുമ്പോഴായാലും എപ്പോഴും ഇതിനകത്തൊരു ഭരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അധികാരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം ആ ഒരു വിഘടനവാദം തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത് ഒരു തരത്തിൽ നോക്കിയാൽ. അപ്പൊ ഇത് സത്യത്തിൽ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ആശയമാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഇതൊരു ചെറിയ വിഷയമായിട്ട് ഇതിനങ്ങനെ ഭയക്കേണ്ടതില്ല എന്നോ അല്ലെങ്കിൽ ഇതൊരു കൺസ്പിറസി തിയറിയാണ് എന്നുള്ള രീതിയിലോ പറഞ്ഞ് ഫലിപ്പിക്കാനാണ് പലപ്പോഴും മാധ്യമങ്ങൾ ഇതിനു മുന്നേ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ഇതിന്റെ വസ്തുതകൾ ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇത് വേറെ എവിടെയും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്തായാലും അതിന് പുതിയ കൂടുതൽ വിവരങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. പക്ഷെ ഒറ്റവാക്കി പറഞ്ഞാൽ ഇത്തരം ആശയങ്ങൾ മുളയിലെ നുള്ളിക്കളയേണ്ട സംഗതികളാണ്. ഇതിന് ഒരു തരത്തിലും വളരാൻ അനുവദിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഇപ്പോൾ ED ആയാലും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫണ്ടിങ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സംവിധാനങ്ങൾ രാജ്യത്ത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ തെളിവുകൾ വന്ന് അത് നിരത്തിക്കൊണ്ട് ഇത് പൊതുജനത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയേണ്ട ബാധ്യത ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോ ഭരിക്കുന്ന പാർട്ടി ആയാലും കേന്ദ്ര ഭരണമായാലും എല്ലാം അവർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ആണിത്. അപ്പൊ അത് വളരെ കാര്യക്ഷമമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് ഇത് ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഭരണ നേതൃത്വത്തിനുണ്ട്. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഈ പുകമറ സൃഷ്ടിക്കുന്നത് അത് ഒഴിവാക്കിക്കൊണ്ട് ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇത് ഇപ്പൊ ഈ കേൾക്കുന്ന വാർത്ത സത്യമാണെങ്കിൽ ആ ഒരു ദിശയിലേക്ക് ക്ലാരിറ്റി കൂടുതൽ വരുന്നതിനും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന വിഘടനവാദത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന പരിപാടികൾ കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനും അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്നുള്ള രീതിയിലും അതിനെ അവർ കൂട്ടുപിടിച്ചിരുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ തൂണുകളായിട്ടുള്ള മാധ്യമങ്ങളെ പോലും ഇപ്പൊ ന്യൂസ് മിനിറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ന്യൂസ് ലോണ്ടറി എന്നൊക്കെ പറയുന്ന തരം ന്യൂസ് ഔട്ട്ലെറ്റ്സ് അത് ഇതിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്നും കൂടി വരുമ്പോൾ അതും കണ്ണു തുറപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടത് തെളിവുകളാണ്. അതിനുവേണ്ടി കാത്തിരിക്കാമെന്നാണ് എന്റെ ഒരു പക്ഷം. അതെ, ശ്രീ ആരിഫ് ഹുസൈൻ, അതുമാത്രമല്ല ഈ കട്ടിംഗ് സൗത്ത് കോൺക്ലേവ് വിവാദമായപ്പോൾ അന്ന് ഇതിന്റെ മീഡിയ അക്കാഡമി ചെയർമാൻ ഒരു വിശദീകരണം നൽകിയത് എന്ന് പറയുന്നത് ഈ ആഗോള തലത്തിലാണ് തങ്ങൾ ഈ ആശയം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന്മേലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നേരിടുന്ന അസമത്വത്തിൽ തുടങ്ങി പല കാര്യങ്ങളുമാണ് ഇത്തരം വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുന്നതെന്നാണ്. പക്ഷേ ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് വിഘടനവാദമാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് രണ്ട് കാര്യങ്ങളിൽ ഊന്നിയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദേശകാര്യ മന്ത്രാലയം പോലും അറിയാതെ കാനഡയിൽ നിന്ന് $4000 ഇവർ കൈപ്പറ്റുന്നു സ്പോൺസർഷിപ്പ് മുഖേന ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിനായി. പക്ഷേ അതേത് രീതിയിൽ ചിലവഴിച്ചെന്നോ ആരിലൂടെയാണ് അത് ചിലവാക്കപ്പെട്ടതെന്നോ ഉള്ള വിശദീകരണം വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതുവരെ നൽകിയിട്ടില്ല. രണ്ട്, നമ്മൾ പറഞ്ഞതുപോലെ ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയത്തിൻ്റെ ഉത്ഭവം, ഇത് എവിടെ നിന്നാണ് ഈ ആശയം തുടങ്ങി എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുകയും അതുമാത്രമല്ല ഈ കാപ്പ കേസ് പ്രതി അടക്കം ഇത് തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ ഷെയർ ചെയ്തപ്പോൾ കൃത്യമായി ഭാരതത്തെ വിഭജിക്കുന്നതിനുള്ള ഒരു അടയാളപ്പെടുത്തൽ ആ മാപ്പിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആശയ പ്രചരണമാണ് നടത്തിയതും. ഇത് ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ രാജ്യത്തെ വിഭജിക്കുക, വിഘടനവാദം ലക്ഷ്യം വെക്കുക, തീവ്രവാദമാണ് ഇതിന്റെ പിന്നിൽ എന്ന് വരിക, ഇത് തന്നെയല്ലേ വ്യക്തമാകുന്നത്?
ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇത് ഇന്ത്യയിൽ ഉത്ഭവിച്ച സംഗതിയല്ല. ഇത് സൂചിപ്പിച്ച പോലെ ഒരു കട്ടിംഗ് സൗത്ത് ഫ്രം നോർത്ത് എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അത് നമ്മളുടെ ഒരു ഭൂമിയുടെ ഘടന വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള രാജ്യങ്ങൾ അത് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചട്ടുകങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സദേൺ രാജ്യങ്ങൾ, അങ്ങനെ ഒരു കൺസെപ്റ്റ്, അതിന്റെ ഒരു വലിയൊരു എന്താ പറയാ, ആ മേഖലയിലുള്ള ഒരു വിശദീകരണം അത് വേറെ തന്നെയുണ്ട്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു സൗത്ത് ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ ഒരു 2 കളറിലൊക്കെ കൊടുക്കുന്ന രീതിയിൽ പ്രചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതിന്റെ വക്താക്കൾ പോലും പോസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്നതും ഈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തമ്മിൽ ഒരു ബന്ധം അല്ലെങ്കിൽ ചേർച്ചയില്ലാതെ പോകുന്നത്. പറയുന്നത് ഈ ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുത്തൽ, അത് ആശയപരമായിട്ടുള്ള വ്യത്യാസം വരുത്തൽ, ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തിനാണ് ഇന്ത്യയുടെ 2 മാപ്പ് വെച്ചുകൊണ്ട് ചെയ്യുന്നത്? ഇത് കൂടുതൽ ആളുകൾക്ക് സംശയം ജനിപ്പിക്കാനും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനും ബ്രിഡ്ജിങ് നോർത്ത് ആൻഡ് സൗത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനല്ലേ വഴിവെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കട്ടിംഗ് സൗത്ത് എന്ന് പറയുമ്പോഴായാലും ശരി, ഇനി ബ്രിഡ്ജിങ് സൗത്ത് എന്ന് പറയുമ്പോഴായാലും ശരി, അവിടെ ഒരു കാര്യം തീർച്ചപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിവിഷനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉറപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയാ, ഇങ്ങനെയുള്ള ആശയങ്ങൾ രൂപീകരിക്കപ്പെടാൻ ഇതുപോലെയുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് ഇന്ധനമാകാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നു. അതിനെ അടിസ്ഥാനപരമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണ നേതൃത്വം ചെയ്യേണ്ടത്. പ്രധാനമായിട്ട് എനിക്ക് ഓർമ്മ, ആ ഒരു വിഷയം ഉയർന്നു വന്ന സമയത്ത് നമ്മളിവിടെ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ബജറ്റിലടക്കം സൗത്ത് ഇന്ത്യയെ അവഗണിക്കുന്നു, അതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന GDP-യുടെ ഭാഗമായിട്ടുള്ള നമ്മളുടെ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് നോർത്തിലാണ് എന്നുള്ള രീതിയിലേക്കുള്ള നറേറ്റീവ്സ് ഇവിടെ ബലപ്പെടുകയും നമ്മൾ കൊടുക്കുന്ന 1 രൂപയ്ക്ക് തിരിച്ചു കിട്ടുന്നത് എത്രയാണ് എന്നുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായ മേഖലയിലുള്ള വിഷയങ്ങളാണ്. അതിന്റെ ഒരു ഡിസ്പാരിറ്റിയാണ് അവിടെ പലപ്പോഴും ഇതിന് തുടക്കമിടുന്നത്. പക്ഷേ ഇത് കറങ്ങിത്തിരിഞ്ഞ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മത തീവ്രവാദത്തിലേക്കും വിഘടനവാദത്തിലേക്കും മറ്റൊരു പാകിസ്ഥാൻ ഉണ്ടാവുന്നതിനൊക്കെയാണ് ഇത് വഴിവെക്കുക. അപ്പോ ഇതിന്റെ റൂട്ട് കോസ് അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കും. ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് ഇത് സംഭവിച്ചതാണ്, ഇനി ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനം. ഇപ്പൊ ഒരു $4000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നുമല്ല. പക്ഷെ ഇത് അങ്ങനെ ഒരു രൂപയാണെങ്കിൽ പോലും വരാൻ പാടില്ല. അത് അനധികൃതമായിട്ടോ അതല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള രീതിയിലോ ഉപയോഗിക്കപ്പെടാവുന്ന സാധ്യത അതിനുണ്ടെങ്കിൽ അതാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടത്. അതിനെയാണ് ഇവിടെ നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ആരിഫ് ഹുസൈൻ, ഒരു കാര്യം കൂടി, ഇതിന് ഈ ഒരു ആശയ പ്രചാരണം നടത്തുമ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചപ്പോൾ അതിൽ എത്തി പ്രാസംഗികനായതും ഈ ചർച്ചയുടെയൊക്കെ ഭാഗമായതും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇതിൽ നിരവധി പത്രപ്രവർത്തകർ പങ്കെടുത്തിരുന്നു എന്നുള്ളതൊക്കെയാണ്. ഇത്തരമൊരു സാഹചര്യം കൃത്യമായി വിശകലനം ചെയ്യാൻ ഇവർക്ക് സാധിക്കാഞ്ഞിട്ടാണോ, അതോ ബോധപൂർവം തന്നെ ഇതിൽ പങ്കാളികളാകുന്നതാണോ? നമ്മൾ പറഞ്ഞു മടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കാരണം ഇസ്ലാമിക തീവ്രവാദമാണല്ലോ ഇതിനകത്ത് വീണ്ടും ചർച്ച വരിക. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു കൂട്ടർ, ഐസിസിന്റെ ഇന്ത്യൻ വകഭേദമാണ് സത്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം നമ്മളുടെ മത നേതൃത്വങ്ങൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതു മണ്ഡലത്തിലുള്ള ആളുകൾ അവര് ഈ മതത്തെ, ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഒരു മറ്റൊരു മതമായിട്ട് കാണുകയും ഇതിനെ കുറച്ച് കാണുകയും ചെയ്യാണ്. സത്യത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമേ അല്ല, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു മതത്തിന്റെ മേലങ്കി അണിഞ്ഞ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസം പോലെ തന്നെ ഒക്കെ നമുക്ക് പറയാവുന്ന ഒരു സാധനം. ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മതത്തിന്റെ രൂപം ഉള്ള സംഗതികൾ മാത്രമാണ്. സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് മഷീട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത സാധനമാണ്. അപ്പൊ നമ്മൾ പറയുന്നു അങ്ങനെ ഒരു സംഗതി ആയിരിക്കെ ഇതിനകത്ത് ബാക്കിയുള്ള ആളുകൾ പെട്ടുപോവാണ്. അപ്പൊ നമ്മളുടെ പിണറായി വിജയൻ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്? അതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് പൊതുസമൂഹം തന്നെയാണ്.
എന്താണത്? കാരണം പിണറായി വിജയൻ അന്യഗ്രഹ ജീവിയൊന്നുമല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളാണ്. ഞാനും അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ സാധനത്തെ മനസ്സിലാക്കുന്നിടത്ത് വരുന്ന ചില വൈകിക്കൽ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇത് വാൺ ചെയ്തിട്ടുള്ള ലോക നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? അത് UAE-യിലേക്ക് ഫോറിൻ മിനിസ്റ്റർ 2017 പറഞ്ഞ കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അതുപോലെ തന്നെ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നിടത്ത് വരുത്തുന്ന ചില മയപ്പെടുത്തലുകളും ചില ഡിസിഷൻസ് എടുക്കാതെ പോകുന്നതുമാണ് സത്യത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തുക. യൂറോപ്പ് വിൽ സീ മോർ എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ടെററിസ്റ്റ് കമ്മിങ് ഔട്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഈ രണ്ട് കാരണം. അപ്പൊ ഇത് തന്നെയാണ് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ ലോകത്ത് അത് കുറേയും കൂടി തിരിച്ചറിവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഇപ്പോ ഒക്ടോബർ 7-ന് ശേഷം ഉണ്ടായിട്ടുള്ള വിഷയവും അതുപോലെ ഐസിസിന് ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വാർ ഓൺ ടെററും അതുപോലെയുള്ള പല വിഷയങ്ങൾ വന്നപ്പോ എന്താണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ, അതിനുശേഷമാണ് സത്യത്തിൽ ഇതൊക്കെ കൂടുതൽ ആളുകൾ അറിയാനും മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ഇന്ന് അതിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയമാണ്. ഇതിനി കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പൊതുമണ്ഡലത്തിലുള്ള ആളുകൾ, ഇപ്പൊ KT ജലീലിനെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണോ നമ്മളെ മീഡിയ വണ്ണിനെ തള്ളിപ്പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത്, സമാനമായ രീതിയിൽ ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രശ്നത്തെയും കൂടി അവർ അഡ്രസ് ചെയ്യുന്ന നിലയിലേക്ക് വരും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ എന്തു തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഘടനവാദങ്ങൾക്ക് ബലമേകുന്ന സംഗതികളെ കാണിച്ച് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ ഇത് തീരാൻ പോകുന്നില്ല. യഥാർത്ഥ പ്രശ്നം ഈ മതം തന്നെയാണ്. അതിനെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന നിലയിലേക്ക് പൊതുസമൂഹം മാറണം. അതിനുള്ള വഴിയാണ് നമ്മളെ പോലുള്ള ആളുകളൊക്കെ ചെയ്തു വെക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ആരിഫ് ഹുസൈൻ പ്രതികരിച്ചതിന്.